എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേക്കും പെട്ടെന്ന് അപ്പൊ 5 ദിവസം കൊണ്ട് പഠിക്കാം, 4 ദിവസം കൊണ്ട് പഠിക്കാം, അങ്ങനെയുള്ള പഠിത്തം നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തൂല. നമുക്ക് അങ്ങനെ നന്നായിട്ട് പഠിക്കാനും പറ്റൂല. അതിന് സമയം എടുക്കും. ലേൺ ആൻഡ് സ്റ്റഡി ഇംഗ്ലീഷ് ഫ്രേസസ് ആൻഡ് നോട്ട് വേർഡ്സ്. ഇംഗ്ലീഷിലുള്ള വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കാതെ ഇംഗ്ലീഷ് ഫ്രേസസ് ധാരാളമായിട്ട് പഠിക്കണം. കാരണം ഹായ് എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടിപ്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി ആൻഡ് കോൺഫിഡൻ്റ്ലി. അതായത് നല്ല ആത്മവിശ്വാസത്തോടുകൂടിയും നല്ല ഫ്ലുവൻ്റ് ആയിട്ടും എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം, അതിനുള്ള ടിപ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റീഡ് ലൗഡ് ആൻഡ് ടോക്ക് ടു യുവർ സെൽഫ്. റീഡ് ലൗഡ് ആൻഡ് ടോക്ക് ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം കണ്ടാലും, ഇപ്പൊ ന്യൂസ് പേപ്പറിലുള്ള ന്യൂസ് ആയാലും ഒരു ഷോർട്ട് സ്റ്റോറി ആയാലും കുട്ടികളുടെ കഥയാണെങ്കിലും എന്ത് കിട്ടിയാലും ഇംഗ്ലീഷിലുള്ള ഒരു മെറ്റീരിയൽ കിട്ടിയാൽ അത് ഉറക്കെ വായിക്കാനും അത് വായിച്ചത് എന്താണോ അതിനെക്കുറിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, നമ്മളത് ചെയ്യണം. എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. വായിക്കുമ്പോഴേക്കും നല്ല ഉറക്കെ വായിക്കാനായിട്ട് നോക്കുക. കാരണം ആ ഉറക്കെ വായിക്കുന്നതിലൂടെ നമ്മുടെ ആക്സെന്റ്, പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ ടിപ്പ് നോക്കാം. ലിസൺ ടു മോർ ഇംഗ്ലീഷ് എവറി ഡേ. എല്ലാ ദിവസവും കുറെ ഇംഗ്ലീഷ് കേൾക്കാനായിട്ട് നോക്കുക. മറ്റുള്ളവർ സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ടി വിയിലുള്ള ന്യൂസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാംസ് ആകാം, അല്ലെങ്കിൽ റേഡിയോയിലുള്ള ന്യൂസ് ആകാം. എന്ത് കാര്യങ്ങളാണെങ്കിലും ഇംഗ്ലീഷിലുള്ളത് കേൾക്കാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക. കാരണം കേൾക്കുന്നതിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ തലച്ചോറിലെത്തി അത് ഇൻപുട്സ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് അല്ലേ, ആ ഇൻപുട്സ് അവിടെ ചെന്ന് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അത്യാവശ്യ സമയങ്ങളിൽ നമ്മുടെ നാവിലേക്ക് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഹെൽപ്ഫുൾ ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് കേൾക്കാനായിട്ടുള്ള സമയം കണ്ടെത്തുക. അടുത്ത ടിപ്പ് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഇംഗ്ലീഷ് മൂവീസ് കാണാൻ, അല്ലെ? അപ്പൊ ഇംഗ്ലീഷ് മൂവീസ് കൂടുതൽ കാണുക. പക്ഷെ വാച്ച് ഇംഗ്ലീഷ് മൂവീസ് വിത്ത് സബ് ടൈറ്റിൽസ്. അതാണ് മൂന്നാമത്തെ കാര്യം. ഇംഗ്ലീഷ് മൂവീസ് കാണുക, പക്ഷെ അതിന്റെ താഴെ എഴുതി കാണിക്കുന്ന സബ് ടൈറ്റിൽസ് കൂടെ ഉള്ളത് കാണുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുമ്പോഴേക്കും, ഇപ്പൊ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ചില കാര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാവൂല. പക്ഷെ ആ താഴെ കാണിക്കുന്ന സബ് ടൈറ്റിൽസ് അവിടെ ഉള്ളിടത്തോളം നമുക്ക് അവരെന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാകുന്നതിലൂടെ അവരെ പ്രൊനൗൺസിയേഷനും അവരെ ആക്സെന്റും അവരെന്താണ് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും താഴെ കാണിക്കുന്നതിലൂടെ. അപ്പൊ അത് നമ്മുടെ സംസാരത്തിനെ കൂടുതൽ സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോഴെപ്പോഴും ഈ സബ് ടൈറ്റിൽസ് ഉള്ളത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യമാണ് സ്പീക്ക് സ്പോണ്ടന്യൂസ്ലി ബട്ട് സ്ലോലി. അതായത് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് അതുപോലെ തന്നെ സംസാരിക്കുക. പക്ഷേ സംസാരം എപ്പോഴും നമുക്ക് പെട്ടെന്ന് ചാടിക്കേറി റാപ്പിഡ് ആയിട്ടുള്ളൊരു സംസാരം ആകരുത്. പതുക്കെ സംസാരിക്കണം. അതായത് ഒരു സെന്റൻസ് ആണെങ്കിലും ആ സെന്റൻസിനെ നമുക്ക് മനസ്സിലാക്കിക്കാൻ കഴിയുന്ന രീതിയിൽ പതുക്കെ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയാം. അതായത് നമ്മൾ ഒരു കാര്യങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് ഫാസ്റ്റ് ആയിട്ട് പറയാതെ പതുക്കെ ചെയ്യുമ്പോഴേക്കും അത് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും സംസാരിക്കുക, പക്ഷേ സംസാരം സ്ലോലി ആകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തൊരു കാര്യമാണ് റിലാക്സ് ആൻഡ് ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. റിലാക്സ് ആൻഡ് ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴേക്കും നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. റിലാക്സ്ഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ടെൻഷൻ ഒന്നും വേണ്ട, ഇതെല്ലാം നമുക്ക് സാധിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ചിലപ്പോൾ ഒരേ മെന്റാലിറ്റിയിലുള്ളവരായിരിക്കില്ല. ചിലർ നമ്മുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴേക്കും അതിൽ ഗ്രാമർ ഇല്ല, അല്ലെങ്കിൽ അത് ശരിയായില്ല, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കും. പക്ഷെ ഈ വിമർശനങ്ങളെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം ഇതാണ് ഇംഗ്ലീഷ് സംസാരത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും.
അതായത് നമുക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടിയല്ല, പക്ഷെ നമുക്ക് സാധിക്കും, വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഒറ്റടിക്ക് പറ്റൂല, പക്ഷെ നമുക്ക് പതുക്കെ പതുക്കെ സാധിക്കും. ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ റിലാക്സ് ആൻഡ് ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളുടെ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മൈൻഡിൽ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ലേൺ ആൻഡ് സ്റ്റഡി ഇംഗ്ലീഷ് ഫ്രേസസ് ആൻഡ് നോട്ട് വേർഡ്സ്. അതായത് കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഫ്രേസുകളും അതുപോലെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഈ ഒരു ചാനലിൽ ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഫ്രേസുകളും അതുപോലെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസും ആണ്. കാരണം നമ്മുടെ സംസാരത്തിന് കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കാനും നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാതെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ നമ്മുടെ ആ ഒരു സംസാരത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണിത്. അതായത് ഫ്രേസസും അതുപോലെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസും. അപ്പൊ അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മൾ സംസാരത്തിൽ കൂടുതൽ വേർഡ്സിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇംഗ്ലീഷിനെ കുറെ കൂടി മെച്ചപ്പെടുത്തും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പോവാനായിട്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് അടുത്ത ടിപ്പ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ടിപ്പ് നോക്കാം. സ്ലോ ആൻഡ് ഡീപ്പ് ലേണിംഗ് ഇസ് ദ ബെസ്റ്റ്. സ്ലോ ആൻഡ് ഡീപ്പ് ലേണിംഗ്, അതായത് പതുക്കെ പക്ഷെ ആഴത്തിലുള്ള പഠനം അല്ലെ. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് 5 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, ഒരാഴ്ച കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, 2 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഇംഗ്ലീഷും പഠിച്ചെഴിയും എന്നൊക്കെ പറയും. പക്ഷെ അത് നമുക്ക് സാധിക്കുമോ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇത് ഒരു ഷാലോ ലേണിംഗ് ആണ്, ഡീപ്പ് ലേണിംഗ് അല്ല. അതായത് നമുക്ക് ഒരു ഉപരിപ്ലവമായിട്ട് കിടക്കുന്ന ഒരു പഠനം എന്ന് പറയും. ജസ്റ്റ് നമുക്ക് കേൾക്കും, മനസ്സിലാക്കും, തീർന്നു. പക്ഷെ നമ്മുടെ ലൈഫിലോട്ട് അത് വരില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പഠനം സ്ലോ ആയിരിക്കണം. പതുക്കെ പതുക്കെ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്ന പോലെ പതുക്കെ 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 പഠിക്കുക. പക്ഷെ അത് ഡീപ്പായിരിക്കണം അല്ലെ. ഒരു ചെടി നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിന്റെ വേര് ആഴങ്ങളിലേക്ക് പോകുന്നത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ, അതിന് ടൈം എടുക്കും. അതുപോലെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗും. നമ്മൾ നന്നായിട്ട് പഠിക്കണം, നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ ടൈം എടുത്ത് പഠിക്കണം, അതുപോലെ ആഴത്തിലും പഠിക്കണം. ഇനി അടുത്തൊരു ടിപ്പാണ് യൂസ് റിയൽ ഇംഗ്ലീഷ് ലെസൺസ് ആൻഡ് മെറ്റീരിയൽ. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാനായിട്ട് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക. ചിലർ പഠിപ്പിക്കുന്നത് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ചിലർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുക, അത് ഫോളോ ചെയ്തു വരിക. ചിലർക്ക് മറ്റുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അല്ലാതെ സ്വന്തമായിട്ട് വായിച്ചും എഴുതിയും മനസ്സിലാക്കിയൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. ആ രീതി ഫോളോ ചെയ്താലും മതി. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു രീതി നിങ്ങളുടെ പഠിത്തത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം. ഡോണ്ട് സ്റ്റഡി ടു മച്ച് ഗ്രാമർ. ചിലരിങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ പോകുന്നു പറയുമ്പോഴേക്കും ഗ്രാമർ കൃത്യമായിട്ട് പഠിക്കണം, ഗ്രാമർ പഠിച്ചില്ലെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒത്തിരി ഗ്രാമർ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ പഠിക്കുമ്പോഴേക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തിലേക്ക് കുറെ ഗ്രാമർ കൊണ്ടുവരും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഗ്രാമർ പഠിച്ചു. നമ്മൾ മലയാളം സംസാരിക്കാൻ പഠിച്ചതൊക്കെ ആദ്യം ഗ്രാമർ പഠിച്ചിട്ടൊന്നുമല്ല അല്ലെ, നമ്മൾ ഓൺ ദ വേയിൽ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ സംസാരിച്ചാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗ്രാമർ പഠിക്കണം എന്നുള്ള ആ ഒരു ഫോക്കസ് വെച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇരിക്കരുത്. അതാണ് അടുത്ത ഒരു ടിപ്പ്. നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. തെറ്റ് വരുത്തുന്നതിൽ ഒരു പേടിയും ഉണ്ടാവരുത്. നമ്മൾ കൂളായിട്ടിരിക്കുക. എന്ത് തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല, നമ്മളല്ലേ സംസാരിക്കുന്നത്, കേൾക്കുന്നതിന് മറ്റേത് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ആ ഒരു രീതിയിൽ ഭയങ്കര കൂളായിട്ട് മിസ്റ്റേക്സിനെ കുറിച്ച് പേടിയില്ലാതെ എന്ത് മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല, ഞാൻ സംസാരിക്കും എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുക. അതാണ് അടുത്തൊരു ടിപ്പ്. ലാസ്റ്റ് ട്രിപ്പാണ്, നമ്മളുടെ ഇംഗ്ലീഷിനെ ഒരിക്കലും മറ്റുള്ളവരുടെ ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഡോണ്ട് കമ്പയർ യുവർ ഇംഗ്ലീഷ് വിത്ത് അതേഴ്സ്. നിങ്ങളുടെ ഇംഗ്ലീഷിനെ മറ്റുള്ളവരുടെ ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ശൈലിയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റുള്ളവർ അങ്ങനെയാണെങ്കിൽ ആ ശൈലിയിൽ തന്നെ നമുക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അപ്പൊ അതുകൊണ്ട്
നമ്മുടേതായിട്ടുള്ള ശൈലികൾ ഫോളോ ചെയ്യുക. അങ്ങനെ ഒരുപാട് നേറ്റീവ് സ്പീക്കേഴ്സിനെ അനുകരിക്കാനും പോകരുത്. കാരണം നമ്മളും അവരും വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട്. അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി സജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടിപ്സ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.